ട്രംപിലേക്കാണ് പോകുന്നത്. എല്ലാ ദിവസവും ട്രംപ് വാർത്തയാണ്, എല്ലാ ദിവസവും എന്ന് വെച്ചാൽ സമീപ ദിവസങ്ങളിലൊക്കെ ട്രംപ് മാധ്യമങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. ട്രംപ് ഈ അടുത്ത് പറഞ്ഞിരുന്നു മോദിയുമായിട്ട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, പക്ഷേ ഈ തീരുവ കുട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ചെറിയ നീരസത്തിലാണെന്നൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ അദ്ദേഹം നോക്കുന്നുണ്ട്, അല്ലെ തിരിച്ചും അതുപോലെ എന്നുള്ള പറഞ്ഞിരുന്നു. ഇന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനകൾക്ക് പിന്നാലെ ട്രംപ് അതിന് അടിവര ഇടുന്ന മറ്റൊരു കാര്യം കൂടിയിട്ട് പറഞ്ഞു. നിലവിൽ ഇന്ത്യക്ക് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്ന 50% തീരുവ വർദ്ധിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധം ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം തന്നെ മോദി തന്നെ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങാനായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അത് 5 വർഷമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുകൂടി മോദി തന്നോട് പറഞ്ഞു. അപ്പോൾ ആ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ കാര്യമൊക്കെ വേഗത്തിലാക്കാനുള്ള ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരുവ കുറക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കാമെന്നൊരു സൂചന കൂടിയിട്ട് ട്രംപ് നൽകുന്നുണ്ട്. ഈ വിഷയത്തിലേക്കാണ് അടുത്തതായിട്ട് സർ, ഈ ട്രംപ് തുറന്ന് തന്നെ പറയുകയാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വാങ്ങാമെന്ന്, അല്ലെങ്കിൽ അത് 5 വർഷമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത്തരം നടപടികളൊക്കെ വേഗത്തിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരു സൂചന കൂടിയിട്ട് ഒപ്പം കൊടുക്കുന്നു, തീരുവ കുറക്കാം എന്നുള്ള. അപ്പോൾ ആയുധ കച്ചവടം ഒരു വശത്ത് നടക്കുമ്പോൾ തീരുവയിൽ ഒരളവ് കൊടുക്കാം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കുറച്ചിട്ടുണ്ട് എന്നും കൂടിയിട്ട് പറയുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിനൊക്കെ? മൊത്തത്തിലെന്ന് വെച്ചാൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഒരു പുസ്തകം, അദ്ദേഹം 87 എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ദ ആർട്ട് ഓഫ് ഡീൽ എന്നാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനോ ഒരു രാഷ്ട്രതന്ത്രജ്ഞനോ ഒന്നുമല്ല, ഹീസ് എ ഡീൽ മേക്കർ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, വൺസ് എ ഡീൽ ഈസ് ഡൺ, ഒരു ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉന്മാദാവസ്ഥയിലായിരിക്കും എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദം ഡീൽ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദത്തിലാണ് എന്ന് അദ്ദേഹം 87 അന്ന് പൊളിറ്റിക്സിലില്ലാത്ത കാലത്ത് അദ്ദേഹം എഴുതിയിട്ട് ഡീൽ മേക്കർ എന്നുള്ളതാണ് പുള്ളിയുടെ USP എന്ന് പറയുന്നത്. അദ്ദേഹം സ്റ്റേറ്റ് ക്രാഫ്റ്റിനെയും അദ്ദേഹം എന്തായിട്ടാണ് കാണുന്നത്, ഒരു ഡീൽ മേക്കിംഗ് ടൂളായിട്ടാണ് കാണുന്നത്. എല്ലാം ആ ഒരു നിലക്കാണ്, പിന്നെ ആ ഒരു കണ്ണിലൂടെയാണ് കാണുന്നത്. പിന്നെ അതിനൊക്കെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഇതെന്താണ്, അമേരിക്കയിലേക്ക് എത്ര പൈസ എത്തി, എത്ര ട്രില്യൺ ഇവിടെ എത്തി, ഞാൻ ഇത്ര ട്രില്യൺ കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാം. ഒരു യുദ്ധവും നടത്താതെ തന്നെയാണ് ഇത്ര ട്രില്യൺ കൊണ്ടുവന്നു, അവിടുന്ന് കൊണ്ടുവന്നു, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നു, ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നു, UAE നിന്ന് കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവന്ന ട്രില്യൺസിൻ്റെ കഥ നാട്ടുകാരോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള രാജ്യമാണ് കേട്ടോ, ലോകത്തെ ഏറ്റവും കടബാധ്യതയുള്ള രാജ്യങ്ങളൊന്നും കൂടിയാണ്. അപ്പോൾ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്ന് പറയുന്ന തൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം അത് പാലിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക, ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അതിൽ മോഡിയെ പുകഴ്ത്തി പറയുന്നു, മോഡി അദ്ദേഹം ധാരാളമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ മിത്രങ്ങൾ ഇങ്ങനെ കോൾമയിൽ കൊള്ളുന്നുണ്ട്. പക്ഷേ ട്രംപ് എല്ലാവരെയും പുകഴ്ത്തി പറയും. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ സാധ്യമായ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ രാഷ്ട്രത്തലവന്മാരെയും പുകഴ്ത്തി പറയാറുണ്ട്. രാഷ്ട്രത്തലവന്മാർ മാത്രമല്ല, ഇസ്രായേൽ പാർലമെൻറ്റിൽ അങ്ങനെ നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. നെതന്യാഹുവിനെ പൊക്കി അതിൻ്റെ പരമാവധിയിൽ എത്തിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണു പോകുന്നത് പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡിൻ്റെ മുഖത്തേക്കാണ്. പിന്നെ യാർ ലാപ്പിഡിനെ കുറിച്ചിട്ട് അമേസിങ് ഗെയ് പിന്നെ നെതന്യാഹുവിനെ തോളൊക്കെ തട്ടിയിട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സമയം നെതന്യാഹുവിനെ പൊക്കും, ലാപ്പിഡിനെ പൊക്കുന്നു. നെതന്യാഹുവിനെ പൊക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഖത്തർ അമീറിനെ പൊക്കും. എർദോഗാനെ കുറിച്ച് അദ്ദേഹം പറയാത്ത വാക്കുകളുണ്ട്. ഈ എർദോഗാനും നെതന്യാഹുവും തമ്മിൽ ഇടിയോടിടിയാണ്. അവർ തമ്മിൽ പരസ്പരം ഉപയോഗിക്കാത്ത പരമാവധി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാണ്. ഹിറ്റ്ലർ എന്നാണ് നെതന്യാഹുവിനെ എർദോഗൻ വിളിച്ചത്. എർദോഗനെ അതേമാതിരിയുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് നെതന്യാഹു വിളിച്ചു. പക്ഷേ ട്രംപ് എന്ത് ചെയ്യും, രണ്ടുപേരും അമേസിങ് കേസ്, മൈ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തും. അതുകൊണ്ട് ട്രംപിൻ്റെ പുകഴ്ത്ത് പാട്ടുകൾ മോഡിയെ പുകഴ്ത്തുന്നു എന്നുള്ളതുകൊണ്ട് മോദിജി വിശ്വഗുരുവായി കഴിഞ്ഞു എന്ന് ധാരണയിലാണ് മിത്രങ്ങൾ ചലിക്കുന്നതെങ്കിൽ അത് കഷ്ടമാണ്. അങ്ങനെയല്ല, ട്രംപ് എല്ലാവരെ കുറിച്ചും അദ്ദേഹം തീർക്കണം എന്ന് വിചാരിക്കാത്ത എല്ലാ നേതാക്കന്മാരെ കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുക. അദ്ദേഹം തീർക്കണം എന്ന് വിചാരിച്ച കുറച്ച് ആളുകളുണ്ട്, ഖാംനയുണ്ട്, പിന്നെ നമ്മുടെ ഷാവേസ് അല്ല മെദൂറോ ഉണ്ട്, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച 3 ദിവസം മുമ്പ് ക്യൂബൻ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ സനൈൽ എന്ന് ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകളെ വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുക, അല്ലാത്ത ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഇതാക്കണം. ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു,
മോഡി എൻ്റെ അടുത്ത് വന്നു, മേ കമ്മിങ് സർ, മേ പ്ലീസ് കമ്മിങ് സർ എന്ന് ചോദിച്ചു. ഞാൻ യെസ് എന്ന് പറഞ്ഞു. അപ്പം മൂപ്പർക്ക് എന്തോ 68 അപ്പാഷയൊക്കെ വേണം, അതൊന്നും കിട്ടുന്നില്ല. ഒന്നാമത് അതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡീൽ 68 അപ്പാഷ ഇല്ല, 28 മറ്റേ ഉള്ളൂ. കണക്കൊക്കെ പുള്ളി മറന്നുപോയതാണ്. പക്ഷേ മൂപ്പർക്ക് എന്നോട് ഭയങ്കര പ്രശ്നമുണ്ട്, എന്നോട് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഞാൻ കുറേ ടാരിഫ് അടിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ടാരിഫ് അടിച്ചു കൊടുത്തെന്താ അവർ മറ്റേടത്ത് എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എണ്ണ കുറച്ചു കുറച്ചു ഈ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ പിന്നെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഓർമ്മ വേണം, ഫറക് സംജോത, ഫറക് സംജോ, വ്യത്യാസം മനസ്സിലാക്കും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് 71 ഇന്ദിരാഗാന്ധി അമേരിക്കൻ ഭരണകൂടത്തോട് സ്വീകരിച്ച സമീപനവും ഇപ്പോൾ ഈ 58 56 ഇപ്പോൾ മാറിപ്പോകും 56 ഇഞ്ചുകാരൻ സ്വീകരിക്കുന്ന സമീപനവും തമ്മിൽ ഫറക് സംജാവും. ഈ വ്യത്യാസം മനസ്സിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നുവെച്ചാൽ അന്ന് ഇന്ദിരാഗാന്ധി ധീരമായി നിലപാടെടുത്തു. പക്ഷെ ഇന്നങ്ങനെയല്ല. എന്താണ്, മേ പ്ലീസ് കമിൻ സർ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി. ഈ ചിത്രമാണ് ട്രംപ് തരുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രത്തലവനെ അവഹേളിക്കുകയല്ലേ. അപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല, നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കില്ല. സാധിക്കാത്തതിന് കാരണം ഞാൻ പറയുന്നു, അമേരിക്കയുമായിട്ട് ഒരു കോൺഫ്രണ്ടേഷൻ പൊളിറ്റിക്സിൽ ഡിപ്ലോമസിയിൽ ഇന്ത്യ പോകണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നെല്ലാവരും അമേരിക്കയോടും ട്രംപിനോടും സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെ അപ്പീസിക്കുക, അങ്ങേരെ പുകഴ്ത്തുക, മേക്ക് ഹിം ഹാപ്പി. അതാണ് അത്. അങ്ങേര് തന്നെ പറഞ്ഞു ഞാൻ എന്താണ്, ഹി മസ്റ്റ് മേക്ക് മീ ഹാപ്പി എന്ന് മോഡിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ സന്തോഷിപ്പിക്കുക, മേക്ക് ഹിം ഹാപ്പി ഡിപ്ലോമസി, ഇതാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. അത് നമ്മൾ കാണണമെങ്കിൽ സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടുത്തെ സൽമാൻ എത്രയോ ട്രില്യൺ കൊടുത്തു. പിന്നെ ഖത്തറിലെത്തുന്നു, ഖത്തറിൽ അതിനേക്കാളും കുറച്ചും കൂടി ട്രില്യൺ കൂട്ടി കൊടുക്കുന്നു. വിമാനം കൊടുക്കുന്നു, സ്വന്തമായിട്ടൊരു വിമാനമല്ല, ആകാശ കൊട്ടാരാണ്. പിന്നെ അബുദാബിയിലെത്തുന്നു, അതിനേക്കാളും കുറച്ചും കൂടെ 0 കൂട്ടിയുള്ള ട്രില്യൺ അവർ കൊടുക്കുന്നു. അപ്പോൾ ആരാണ് കൂടുതൽ സന്തുഷ്ടനാക്കുന്നത് ട്രംപിനെ? അവർക്ക് കാര്യം നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ലോകരാഷ്ട്രീയം. മോഡിയും ഒരുപക്ഷെ അതായിരിക്കും ശ്രമിക്കുന്നത്. ഈ മനുഷ്യനായിട്ട് ചുമ്മാ തല്ലുകൂടാൻ നിന്നിട്ട് കാര്യമില്ല. നമ്മളുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ നേടിയെടുക്കാൻ സോപ്പിട്ടിട്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നായിരിക്കും നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മോഡിയും ആലോചിക്കുന്നുണ്ടാവുക. അതിനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷേ നമ്മളെന്തോ 56 ഇഞ്ചാണ് ലോകത്ത് എന്നാണ് എല്ലാവരും. ട്രംപും നമ്മുടെ പറഞ്ഞിട്ടാണ് ട്രംപും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ഈ വിടൽസ് അവസാനിപ്പിച്ചാൽ മതി. നിഷാദ്, വേറൊരു അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കീഴടങ്ങൽ കൂടിയിട്ടല്ലേ? കാരണം ഇന്ത്യ തീരെ കൂട്ടിയതോടെ ഇന്ത്യയിലെ സമീപകാലത്തുണ്ടായാൽ കയറ്റുമതിയിൽ വലിയ ഇടിവ് നേരിടുന്നുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കുറക്കുന്നു, റിലയൻസ് അടക്കമുള്ള കമ്പനികൾ കുറക്കുന്നു. പിന്നാലെ ഈ അപ്പാച്ചെ വിമാനം വാങ്ങാമെന്നുള്ള കാര്യം, അത് വൈകുന്ന കാര്യം പറഞ്ഞ് സമീപിക്കുന്നു. മൊത്തത്തിൽ അങ്ങനെ ഒരു അനുനയത്തിൽ നിന്നാൽ മാത്രമേ നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു സമീപനം തന്നെയല്ലേ? അല്ല, ഇതിപ്പോൾ ഒരു വിധേയപ്പെടലാണെന്ന് കോൺഗ്രസിൻ്റെ ഹാൻഡിലുകൾ മുഴുവൻ ആക്ഷേപിക്കുന്നുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ വിധേയപ്പെടലല്ല, അമേരിക്കയുമായിട്ട് അങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള ഒരു സിനിമാറ്റിക് കൺഫ്രണ്ടേഷൻ വേണ്ട, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ രാജ്യങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയൂ എന്നതിനെ നമുക്ക് എടുക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി കൊണ്ട്, അനുനയം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണമല്ലോ. ആ പാരസ്പര്യം കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവണം. നമുക്ക് 50% തീരുവ അടിച്ചു തന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന GDP ലോസ് നമുക്കൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ ഇവരെന്താ എടുത്തിട്ടുള്ള കൗണ്ടർ സ്ട്രാറ്റജീസ് എന്ന് ഇവർ വ്യക്തമാക്കണം. നമ്മുടെ ഇപ്പം ഒരു $20 to $30 ബില്യൺ വരുമാന നഷ്ടം ഉണ്ടാവുകയാണ്. അത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്, നമ്മുടെ ഈ പറഞ്ഞ സീ ഫുഡ് എക്സ്പോർട്ട്, നമ്മുടെ ഈ ജെംസിൻ്റെ എക്സ്പോർട്ട് എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരം എവിടെയെന്ന ക്വസ്റ്റ്യനുണ്ട്. നിങ്ങൾ അമേരിക്കയുമായിട്ട് അനുനയത്തിൻ്റെ പാത എടുത്തു. നമ്മുടെ അവിടെ പിടിച്ചുകൊണ്ട് വന്ന അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളെ മുഴുവൻ അങ്ങേയറ്റം അപമാനിക്കുന്ന വിധത്തിൽ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് ഇവിടെ കൊണ്ടുവന്ന് യുദ്ധവിമാനത്തിൽ ഇറക്കി വിട്ടു. നമ്മൾ കണ്ടുകൊണ്ടൊന്നും ഒരു അക്ഷരം വേണ്ടിയില്ല. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തീരുവ പ്രശ്നം പരിഹരിക്കാനാണോ? അതോ നമ്മളുമായി നമ്മുടെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ മുഴുവൻ വേഗത്തിൽ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണോ? എങ്കിലും ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പോഴും തീരുവ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഗുണം സാധാരണക്കാരന് കിട്ടുന്നുള്ളത് വേറെ കാര്യം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ലോകത്തെവിടെയും ഇല്ലാത്ത വിലക്കിഴിവിലാണ് റഷ്യ നമുക്ക് തന്നത്. കാരണം റഷ്യയ്ക്ക് ബയേഴ്സ് കുറവായിരുന്നു. അപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തയ്യാറായി. നമ്മളെ ഇപ്പം നയാര, റിലയൻസ് ഒക്കെയാണ്, പിന്നെ പൊതുമേഖല കമ്പനികളും, അവരെ മറ്റൊരാ കൂടുതലും. അത്രയും കുറഞ്ഞ പൈസയ്ക്ക് നമ്മൾ കിട്ടി, നമ്മൾ ഭയങ്കര ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികളാണല്ലോ ലാഭം ഉണ്ടാക്കുന്നത്. ട്രംപ് പറഞ്ഞ് മേടിക്കുന്ന നിർത്തണമെന്ന്. നമ്മൾ 80% കുറച്ചു, ഓർഡർ വെട്ടി കുറച്ചു. ഈ റിലയൻസ് എല്ലാം സൗദി മറ്റ് കമ്പനികളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നത്.
എന്താണ് നമ്മുടെ ഗുണം എന്താണ്, നമ്മൾ ഈ നഷ്ടം സഹിക്കുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുക. നമ്മൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, ടെക്സ്റ്റൈൽ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, സീ ഫുഡ് കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ്, അതിലെല്ലാം മേജർ മാർക്കറ്റ് ഷെയർ കൈയാളുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. ആ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിൽ നമുക്ക് പരാജയം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്, ഏറ്റവും വലിയ വിപണിയാണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമുക്കൊരു പവറില്ലേ? നമുക്ക് ആ കാര്യം സംസാരിക്കാൻ പറ്റണ്ടേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ വിപണി എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു സഹകരണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് അമേരിക്ക പോകാൻ പറ്റുക? അമേരിക്കയുടെ ഏറ്റവും വലിയ ത്രട്ടും അമേരിക്ക ഏറ്റവും വലിയ ശത്രുരാജ്യമായി കാണുന്ന ചൈന എവിടെയുള്ളത്? ചൈനയോടുള്ള അമേരിക്കയുടെ ചൈനയ്ക്കെതിരായിട്ടുള്ള പദ്ധതികളുടെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ അലയായിട്ട് അമേരിക്ക കാണുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കും അമേരിക്കയും പരസ്പരം വിഘടിച്ചു പോവുക സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അമേരിക്കയും അതിൻ്റെ സ്ട്രാറ്റജിക് അതിൻ്റെ പ്രതിരോധം, ഒപ്പം അതിൻ്റെ ജനാധിപത്യ ആശയം അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയേണ്ടതാണ്. അത് മുൻനിർത്തി നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചേരാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ്, ചൈനയല്ല, വേറെ ഏതെങ്കിലും രാജ്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയാണ് നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണർ, അല്ലാതെ റഷ്യയോ ചൈനയൊന്നും അല്ല. അമേരിക്കയായിട്ട് നമുക്ക് പറ്റൂ ഇതൊക്കെ പറയുമ്പോഴും. എന്നിട്ടും നമുക്ക് നമ്മുടെ സംഗതി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള എല്ലാ സർക്കാരുകൾക്കും ഈ വിധേയത്വമായിരുന്നു. മേ ഐ സി യു സാർ എന്ന് പറഞ്ഞിട്ടാണോ ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കൻ പ്രസിഡന്റുമാരെ കാണാൻ പോയിക്കൊണ്ടിരുന്നത്? അമേരിക്കയുടെ എന്തെല്ലാം തരത്തിലുള്ള ഭീഷണികളെ നമ്മൾ ഏതെല്ലാം കൈൻഡ് ഓഫ് ഭീഷണികളെ മറികടന്നുകയും അല്ലെങ്കിൽ പ്രതിരോധിക്കുകയും ചെയ്ത ചരിത്രം ഇന്ത്യക്കുണ്ട്. റിസഷനുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഇന്ത്യ എടുത്തിട്ടുള്ള ബോൾഡായ സ്റ്റെപ്പുകൾ ലോകത്തിന് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ഈ ഭരണകൂടത്തിന് പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പറയാത്തത്? ഇപ്പോൾ നോക്കൂ, കശ്മീരുമായി ബന്ധപ്പെട്ട് പഹൽഗാം ഇഷ്യൂ സെറ്റിൽ ചെയ്തത് ഞാനാണെന്ന് ട്രംപ് ലോകം മുഴുവൻ പ്രസംഗിച്ചാണെന്നല്ലോ. മോശം വർത്തമാനം പറയരുത് ട്രംപ്, നിങ്ങളതിന് ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതാണ് നമ്മൾ മിണ്ടാത്തതാണ്. നമ്മുടെ ആൾക്കാരെ ഇങ്ങനെ കൈവലങ്ങ് വെച്ചുകൊണ്ട് ഇവിടെ യുദ്ധവിമാനത്തെ തള്ളുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിടിക്കപ്പെട്ട് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നോളാം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയോ? ഏതെല്ലാം തരത്തിൽ അമേരിക്ക നമ്മളോട് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു? ട്രംപ് മേ ഐ സിയും ചോദിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പം മോദി ഒറ്റയ്ക്ക് ചോദിച്ചൊന്നും ആയിരിക്കില്ല. മോദി എന്ത് ചോദിക്കണം, ഏത് കാര്യം പറയണമെന്ന് ഒരു നയതന്ത്ര ഡിസ്കഷനിലൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ അങ്ങനെ വിധേയപ്പെടാൻ ഇന്ത്യ ആകെ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം ഉണ്ടാവും, അമേരിക്ക എടുത്തിട്ടുള്ള തീരുമാനം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഹെഡ്ലൈനായി വരുന്നില്ലെങ്കിൽ കൂടിയും ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ ബിസിനസ് മേഖലയെ സീരിയസ് ആയിട്ട് അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയായിരിക്കും. അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്ത് അദാനിയുടെ ഒരു പ്രധാനപ്പെട്ട കേസ് അവിടെ കിടപ്പുണ്ട്. അത് പിടിക്കാൻ ട്രംപ് തീരുമാനിച്ചാൽ എല്ലാം കൂടെ ഞെരുങ്ങും. അത് ആ തരത്തിൽ ആ ഭയപ്പാടായിരിക്കും എൻ്റെ കോർ ഭയപ്പാട്. അപ്പോൾ അതുകൊണ്ട് ട്രംപിനെതിരായിട്ടുള്ള വർത്തമാനം പറയുക, ഡയലോഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതിങ്ങനെ പല റീസൺസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. അല്ലാതെ വഴക്കുണ്ടാക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന സമീപനം കൊണ്ട് ഇന്ത്യൻ കോമൺ മാന് ഗുണം ഉണ്ടാവണം. അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, വിശ്വഗുരു നിരന്തരം വിധേയപ്പെടുന്ന കാഴ്ചയാണ്. ട്രംപ് അങ്ങനെ നുണ പറയാൻ സാധ്യതയില്ല, അദ്ദേഹം എല്ലാം വിളിച്ചു പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മേ ഐ സി യു എന്ന് ഇദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം പറയും. നൈസ് ഗായ്, അമേസിങ് ഗായ്, ഹൊറിബിൾ ഗായ് എന്നും അദ്ദേഹം പറയും. ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ചോദിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കേണ്ട സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. എന്നിട്ട് ഈ പ്രശ്നമെല്ലാം സെറ്റിൽ ചെയ്തൊന്നും പറയണം. അതെ, ഇത് സർക്കാരിൻ്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.